മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖദീജ റളിയല്ലാഹു അൻഹയുടെയും മകളായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇസ്ലാം മതത്തിൽ അവർക്ക് സുപ്രധാനമായ ഒരു പങ്കാണുള്ളത്. മാത്രമല്ല, എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും അവർ ഒരു മാതൃക കൂടിയാണ്. അവർ കുലീനയും ദയാലുവും ഉദാര മനസ്കയും എപ്പോഴും സത്യസന്ധയുമായിരുന്നു. ഇൻസിയ, അസറ, മസൂമ എന്നിങ്ങനെ പല പേരുകളിലും അവർ അറിയപ്പെട്ടിരുന്നു. ഹസ്രത്ത് ഇമാം അലിയുടെ ഭാര്യയായിരുന്നു അവർ. തന്റെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒരു യഥാർത്ഥ മുസ്ലിം വനിത എങ്ങനെ ജീവിക്കണമെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു വെള്ളിയാഴ്ചയാണ് ജനിച്ചത്. വിശുദ്ധ പ്രവാചകൻ അവർക്ക് ഫാത്തിമ എന്ന് പേരിട്ടു. അവർ ജനിച്ചപ്പോൾ മാതാപിതാക്കൾ ഇരുവരും വളരെയധികം സന്തോഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയും അവരെ സ്നേഹത്തോടെ പരിപാലിച്ചു. ഇസ്ലാം പ്രചരിപ്പിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. ധാരാളം ആളുകൾ ആ സമയത്ത് ഇസ്ലാമിൽ ചേർന്നിരുന്നു. ശത്രുക്കൾക്ക് അവരോടുള്ള ദേഷ്യം കൂടിക്കൂടി വന്നു. അതോടെ പ്രവാചകനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ജീവിതം വളരെ പ്രയാസമായിരുന്നു. ശത്രുക്കളുടെ വീടിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ അവർ സ്ഥിരമായി പ്രവാചകന്റെ ദേഹത്തേക്ക് ചവറുകൾ വാരിയെറിയുമായിരുന്നു. ഒരു ദിവസം പ്രവാചകൻ നടന്നു പോകുന്ന വഴിയിൽ ശത്രുക്കൾ മുൾച്ചെടികൾ കൊണ്ടുവച്ചു. പ്രവാചകൻ അതിൽ ചവിട്ടി അദ്ദേഹത്തിന്റെ കാൽ മുറിഞ്ഞ് ചോരയൊഴുകി. ഇത് കണ്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വിഷമമായി. അവർ വെള്ളം ഉപയോഗിച്ച് മുറിവ് കഴുകുകയും പ്രവാചകന്റെ വസ്ത്രം വൃത്തിയാക്കുകയും ചെയ്തു. മക്കയിൽ മതപ്രബോധനം നടത്തുന്ന കാലത്ത് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ശത്രുക്കളിൽ കൂടുതലും ഖുറൈശി ഗോത്രത്തിലുള്ള ഉന്നതരായിരുന്നു. ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ ജനങ്ങൾ അവരെ ബഹുമാനിക്കുകയില്ലെന്ന് അവർ ഭയപ്പെട്ടു. പ്രവാചകനെ കല്ലെറിയാൻ അവർ ആളുകളെ തയ്യാറാക്കി. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ക്ഷമയോടെ അദ്ദേഹത്തിന്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്നു. ഖുറൈശികളുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ മക്കയിലെ മുസ്ലിങ്ങൾക്ക് വിലക്കേർപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. പ്രവാചകന്റെ അമ്മാവനായ അബൂ ലഹബ് മക്കയിലെ ഖുറൈശികളുടെ നേതാവായിരുന്നു. അവൻ വളരെ ദുഷ്ടനായ മനുഷ്യനും മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവുമാണ്. പ്രവാചകന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും സമ്പൂർണ്ണ വിലക്കേർപ്പെടുത്താൻ അയാൾ കൽപ്പിച്ചു. മക്കയിലെ ആരും അവരുമായി വ്യാപാര വിനിമയം നടത്താൻ പാടില്ല. അവരുമായി സംസാരിക്കാൻ പോലും അവരെ അനുവദിച്ചില്ല. ഒരാളുടെയും സഹകരണമില്ലാതെയുള്ള ആ ദിവസങ്ങളിലെ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. 3 വർഷക്കാലം പ്രവാചകൻ വളരെ നിശബ്ദനായി മതസന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു. അക്കാലത്ത് വിഗ്രഹാരാധന ശക്തമായ കാലമായിരുന്നു. പ്രവാചകൻ അതിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 3 വർഷത്തെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഫലമായി 30 പേർ മാത്രമായിരുന്നു ഇസ്ലാമിലേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ അനുയായികൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിവേകത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. ശത്രുക്കൾ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്താൻ തുടങ്ങി. അള്ളാഹുവിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ചു. അത് പുരോഹിതന്മാർക്ക് അവരുടെ അധികാരത്തിന് വെല്ലുവിളിയായിരുന്നു. ഒരു ദിവസം അവർ ഒന്നിച്ചുകൂടി പ്രവാചകന്റെ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ തീരുമാനിച്ചു. ഓരോ കുടുംബവും ഇസ്ലാം അനുയായികളോട് ക്രൂരമായി പെരുമാറണമെന്ന് അവർ തീരുമാനിച്ചു. അവർ മക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും മുസ്ലിങ്ങളെ നിരോധിച്ചു. പ്രവാചകനും അനുയായികളും മക്ക വിട്ടു പോകാൻ നിർബന്ധിതരായി. അവർ മക്കയുടെ പുറത്ത് ടെന്റ് കെട്ടി അവിടെ താമസം തുടങ്ങി. ഏകദേശം 3 വർഷക്കാലം അവർ അവിടെ ടെന്റ് കെട്ടി താമസിച്ചു. അവർക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ മറ്റുമായി മക്ക നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ശത്രുക്കൾ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ജനങ്ങൾ വളരെയധികം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതിന് ഫാത്തിമ റളിയല്ലാഹു അൻഹയും സാക്ഷിയായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും മുസ്ലിങ്ങളെ സഹായിക്കാൻ ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിച്ചു. പക്ഷേ അവർക്ക് ഒന്നും വിൽക്കരുത് എന്ന വിലക്കുള്ളതിനാൽ വളരെ വലിയ വില കൊടുത്തായിരുന്നു അവർ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത്.
പ്രവാചകന്റെ അമ്മാവനും ഹസ്രത്ത് ഇമാം അലി റളിയല്ലാഹു അൻഹയുടെ പിതാവുമായ അബൂ ത്വാലിബ് മാത്രമായിരുന്നു അവരെ സഹായിച്ചിരുന്നത്. തന്റെ മരുമകനെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രവാചകൻ തന്റെ മതപ്രബോധനം തുടർന്നു കൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. മുസ്ലിങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കിയ ഖുറൈശികൾ മുസ്ലിങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കുകയും അങ്ങനെ മുസ്ലിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഇപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ക്ഷീണിതയാണ്. 3 വർഷക്കാലം മരുഭൂമിയിൽ ജീവിച്ചത് കാരണം അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിരുന്നു. മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ ഒരു രോഗിയായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ മാതാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. രോഗിയായ മാതാവിനെ അവർ വളരെ നന്നായി ശുശ്രൂഷിച്ചിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹക്ക് അസുഖം ബാധിച്ച സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വെറും 7 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്ന് അവർക്കറിയാമായിരുന്നു. പ്രവാചകന്റെ അമ്മാവൻ അബൂ ത്വാലിബ് 1 മാസം മുൻപ് മരണപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ രോഗം കാരണം കിടപ്പിലുമാണ്. താൻ ഉടൻ തന്നെ മരിക്കുമെന്ന് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാമായിരുന്നു. അവർ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചിന്തിച്ചു. തന്റെ മരണത്തിനു ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ തനിച്ചാകുമെന്നോർത്തപ്പോൾ അവർ വിതുമ്പിപ്പോയി. റംസാൻ 10 ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. ഈ ചെറുപ്പത്തിൽ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് തന്റെ മാതാവിനെ നഷ്ടപ്പെട്ടു. പ്രവാചകനെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വർഷത്തെ ദുഃഖകാലം എന്ന് അദ്ദേഹം വിളിച്ചു. മാഷാ അല്ലാ, അത് നല്ലൊരു കഥയായിരുന്നു. നിനക്കത് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതുപോലെ രസകരമായ ധാരാളം കഥകളുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. എനിക്ക് പോകാനുള്ള സമയമായി. ഗുഡ് ബൈ. ഗുഡ് ബൈ.